ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, അതായത് വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ പേജ് 41 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഒരു ചോദ്യം, 2 ചിത്രങ്ങൾ. ഇൻ ഈച്ച് പിക്ചർ ബിലോ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഈസ് ഷോൺ. കേന്ദ്രകോൺ തന്നിട്ടുണ്ട്, 2 ചിത്രത്തിലും കേന്ദ്രകോൺ തന്നിട്ടുണ്ട്. ഇനി ഓരോ ചിത്രത്തിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ദ ആംഗിൾ വിത്ത് ദ ആർക്ക് മേക്സ് അറ്റ് ദ അതർ 2 പോയിന്റ്. ആർക്കുകള് മറ്റു 2 ഭാഗത്തുണ്ടാക്കുന്ന കോണുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് എന്താണ്ട് ചോദ്യചിഹ്നം ഇട്ടിട്ടുണ്ട്, 2 ചിത്രത്തിലും ചോദ്യചിഹ്നം ഇട്ടിട്ടുണ്ട്. ഇത് കേന്ദ്രകോൺ, അതായത് ഈ ആർക്കിന് നമ്മൾ മൈനർ ആർക്ക് നമുക്ക് വിളിക്കും. ഈ ചെറിയ ആർക്കിന്റെ എൻഡ് പോയിന്റ്സ് കേന്ദ്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോണാണ് കേന്ദ്രകോൺ. ഇതോ ഈ 260, ഈ കേന്ദ്രകോൺ എന്ന് പറയുന്നത് ഈ വലിയ ആർക്ക് ഉണ്ട്, ഈ വലിയ ആർക്കിന്റെ കേന്ദ്രകോൺ. അപ്പൊ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു കേന്ദ്രവും കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി. ഇനി ആ ചിത്രത്തിൽ ഈ 2 കോണുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ചിത്രത്തിനെ നോക്കിക്കേ, പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ADB, ACB, മേജർ ആർക്ക്, ADB മൈനർ ആർക്ക്. അപ്പൊ ഈ ചെറിയ ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിൾ അല്ലേ ഈ 100 ഡിഗ്രി എന്ന് പറഞ്ഞാൽ കേന്ദ്രകോൺ. അപ്പം സെൻട്രൽ ആംഗിൾ ഓഫ് മൈനർ ആർക്ക്, ഞാനിപ്പം പേര് കൊടുത്തോണ്ട് നമുക്ക് പേര് പറയാം. ADB ഈക്വൽസ് 100 ഡിഗ്രി. അപ്പം ഈ 2 അറ്റത്തു നിന്നും എന്താണ് ആ പ്രോപ്പർട്ടി? ദ ആംഗിൾ മേഡ് ബൈ ദ ends of the arc at the point on the circle. അതായത് സർക്കിളിൽ ഇതിന്റെ എൻഡിൽ നിന്ന് പോകുന്ന കോണാണ് അല്ലെ, ഈ ആംഗിൾ ആണ്. ദ ആംഗിൾ മേഡ് ബൈ ദ ends of the arc at the point on the circle half the central angle. അങ്ങനെ ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? 100ന്റെ പകുതി 50 ആയിരിക്കും. ആംഗിൾ ACB ഈക്വൽസ് ഹാഫ് ഓഫ് 100. ആ പ്രോപ്പർട്ടി അറിയാമല്ലോ, ഇപ്പൊ പറഞ്ഞതാണ്. 50 എന്ന് കിട്ടും. കിട്ടിയില്ലേ? ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇനി ഇതാണ് കിട്ടേണ്ട ആംഗിൾ. ഇവിടെ നോക്കിക്കേ, ഇത് ഈ വലിയ ആർക്കായ ACBയുടെ കേന്ദ്രകോണാണ്. അപ്പം സെൻട്രൽ ആംഗിൾ ഓഫ് മേജർ ആർക്കും മൈനർ ആർക്കും കൂടെ ചേരുമ്പോൾ എന്തായിരിക്കും? ഫുൾ സർക്കിൾ ആവും അല്ലെ. മേജർ ആർക്ക് ACB ഈക്വൽസ് എന്താണ്? ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ് 360 ഡിഗ്രി അല്ലെ. ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകളുടെ തുക 360. അങ്ങനെ 360ൽ നമുക്ക് 100 കുറയ്ക്കാം. 360 മൈനസ് 100 എത്ര കിട്ടും? 260. ഇവിടെ നമുക്ക് 260 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കും. സെയിം പ്രോപ്പർട്ടി തന്നെ. Therefore, അതുപോലെ കോൺ ADB സമം ADB എത്ര? എന്താ ഈ കോണാണ് ADB. ഈ കോൺ ADB സമം ഈക്വൽസ് ഹാഫ് ഓഫ് 260, ദറ്റ് ഈസ് 130. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 130 എന്ന് കിട്ടി. 130, 50, 180 ഓപ്പോസിറ്റ് എന്താണ്? ഈ ആർക്ക് ACB, ഈ ആർക്ക് ADB, ഈ 2 ആർക്കും കൂടെ ചേരുമ്പോൾ ഒരു സർക്കിള്. ഈ ഓപ്പോസിറ്റ് ആർക്കിലുള്ള ഈ ആംഗിളിന്റെ സം നോക്കിക്കേ, 180. ദേ ആർ സപ്ലിമെന്റ്. ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ആർക്സ് ആർ സപ്ലിമെന്റ്. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യം. ഈ രണ്ടാമത്തെ ചിത്രത്തില് നമുക്ക് ആദ്യത്തെ പോലെ പേര് കൊടുക്കാം. കേന്ദ്രം OABCD, മൈനർ ആർക്ക് ADB ആൻഡ് മേജർ ആർക്ക് ACB. അപ്പം സെൻട്രൽ ആംഗിള്, ഇപ്പൊ മേജർ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. സെൻട്രൽ ആംഗിൾ ഓഫ് മേജർ ആർക്ക് ACB. നോക്കി, ആർക്കിന്റെ ഷേപ്പ് നോക്കിക്കേ, ഇങ്ങനെയാ വന്നിരിക്കുക, കർവ്, റാ പോലെ. അപ്പൊ അതിന്റെ സെൻട്രൽ ആംഗിളും റാ പോലെ തന്നെ വരും. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു തന്നതാണ്. ഈക്വൽസ് 240. അപ്പൊ ഈ ആംഗിൾ എത്രയാ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, അറിയാൻ പറ്റും.
ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇതറിയാമെങ്കിൽ മുകളിലത്തെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പം സെൻട്രൽ ആംഗിൾ മേജർ ആർക്ക് ACB equals 240. Therefore, angle ADB equals half of 240. 120. ഇതാ ഇവിടെ ആർക്ക് സെൻട്രൽ ആംഗിൾ ഇവിടെ വള്ളം പോലെ ഇരിക്കുന്നു. മുകളില് ആർക്ക് അതിന്റെ സെൻട്രൽ ആംഗിൾ ഇതാ റാ പോലെ വന്നിരിക്കും. അപ്പം ഈ ഇതിന്റെ എൻഡിൽ നിന്നുണ്ടാകുന്ന ആംഗിള് ഇതിന്റെ മുകളില്, ഇതിന്റെ എൻഡിൽ നിന്നുണ്ടാകുന്ന ആംഗിള് ഇതിന്റെ താഴെ എന്ന് പറഞ്ഞാൽ തിരിച്ചു വെച്ചാൽ മുകളിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ എഴുതാം. ADB 120 എന്ന് കിട്ടി, 240ന്റെ പകുതി. ഇനി ആംഗിൾ AOB നമുക്ക് കണ്ടുപിടിക്കാം. ആംഗിൾ AOB ഈക്വൽസ് ആംഗിൾ അറൌണ്ട് എ പോയിന്റ് ഈസ് 360. 360 മൈനസ് 240 ഈക്വൽ 120. അപ്പൊ ഇത് 120 എന്ന് കിട്ടും. ഇത് 120 ആണെങ്കിൽ അതിന്റെ പകുതി അല്ലേ? ആംഗിൾ therefore ആംഗിൾ ACB ഈക്വൽസ് half of 120 ഈക്വൽ 60 ഡിഗ്രി. മനസ്സിലായോ? അതായത് നമുക്ക് ഈ 240 മാത്രമേ തന്നിരുന്നുള്ളൂ അല്ലേ? ഇതെല്ലാം മായ്ക്കുവാണ്. 240 മാത്രമേ തന്നിരുന്നുള്ളൂ. 240 നമുക്ക് ഈ രണ്ട് ആംഗിളും കണ്ടുപിടിച്ചു. ഈ 240 എന്ന് പറയുന്ന ഈ വലിയ ആർക്കിന്റെ മേജർ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ. അപ്പം ഈ രണ്ടു അറ്റത്തു നിന്ന് യോജിപ്പിച്ചല്ലേ ADB എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടായിരിക്കുന്ന ഈ വലിയ ആർക്കിന്റെ എൻഡുകൾ യോജിപ്പിച്ചുണ്ടാകുന്ന കോണാണ് ADB. ചെറിയ ആർക്കിന്റെ എൻഡുകൾ യോജിപ്പിച്ചുണ്ടാകുന്ന കോണാണ് ACB. അപ്പം നേരത്തെ പഠിച്ച നമ്മൾ അതേ പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെയും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഹാഫ് ദ സെൻട്രൽ ആംഗിൾ. അപ്പം 240യുടെ ഹാഫ് ഇവിടെ കിട്ടും 120. അപ്പൊ ഇവിടെ 120, ഇവിടെ എത്രയാ? 360 240 കുറച്ചാ 120. അപ്പൊ നിങ്ങൾ വേറൊരു പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും എത്രയായിരിക്കും? 180 ആയിരിക്കും. 180 മൈനസ് 120 60 ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഈ ലെസൺ പഠിച്ചു കഴിയുമ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രോപ്പർട്ടീസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. മേജർ ആർക്കും മൈനർ ആർക്കും, മേജർ ആർക്കിന്റെ സെൻട്രൽ ആംഗിള് അതേ ഷേപ്പ് തന്നെ, മൈനർ ആർക്കിന്റെ സെൻട്രൽ ആംഗിള് ആർക്ക് എങ്ങനെയോ അതേ ഷേപ്പ്. പിന്നെ മേജർ ആർക്കിൽ ഉണ്ടാകുന്ന കോൺ കണ്ടേ, മേജർ ആർക്കിൽ ഉണ്ടാകുന്ന കോൺ ഇതും, മൈനർ ആർക്ക് ഉണ്ടാകുന്ന കോണാണ് ACB. ഈ രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ. രണ്ട് ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ബാക്കിയുള്ള കുറെ പ്രോപ്പർട്ടീസും കൺസെപ്റ്റും ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.